യേനാക്ഷരസമാംനായം അധിഗമ്യ മഹേശ്വരാത് കൃത്സ്നം വ്യാകരണം പ്രോക്തം തസ്മൈ പാണിനയേ നമഃ. സംസ്കൃതം പഠിക്കുന്ന എല്ലാവരും പാണിനിയെ ആചാര്യനായി അംഗീകരിക്കുന്നു. പാണിനിയ വ്യാകരണമാണ് സംസ്കൃതത്തിൻ്റെ ഊടും പാവും ആയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഭാഷോൽപത്തിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഉച്ചാരണ പ്രക്രിയ സംഭവിക്കുന്നത് എന്ന് പാണിനി തൻ്റെ വ്യാകരണത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അതിഗംഭീരമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. മുഖമാണ് ഉച്ചാരണേന്ദ്രിയം. ഭാഷയുടെ മാധ്യമം ശബ്ദമാണ്. അതുകൊണ്ട് അദ്ദേഹം വ്യാകരണത്തിന് പേരിട്ടിരിക്കുന്നത് ശബ്ദാനുശാസനം എന്നാണ്. പാണിനി വ്യാകരണം തുടങ്ങുന്നത് അഥ ശബ്ദാനുശാസനം എന്ന സൂത്രത്തോടെയാണ്. ഇനി എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന് പാണിനി പറയുന്നതെന്ന് നോക്കാം. ആത്മാബുദ്ധ്യാ സമേത്യാർത്ഥാൻ എന്ന് തുടങ്ങുന്നു. അത് ആത്മാവ് എന്ന് വെച്ചാൽ വ്യക്തി, മനുഷ്യൻ, കോൺഷ്യസ്നസ്. ബുദ്ധി കൊണ്ട് പദാർത്ഥങ്ങളെ ഗ്രഹിച്ചിട്ട് അതിനെ പ്രകടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. അതാണ് ആത്മാ ബുദ്ധ്യാ സമേത്യാർത്ഥാൻ മനോയുക്തേ വിവക്ഷയാ. മനസ്സിനെ അത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കണമെന്ന് ആത്മാവ് പ്രചോദിപ്പിക്കുകയാണ്. അപ്പം മനസ്സെന്ത് ചെയ്യും? പ്രേരയതി മാരുതം, മനഃപ്രേരയതി മാരുതം. മാരുതൻ എന്ന് പറഞ്ഞാൽ ശ്വാസ പ്രക്രിയയിലൂടെ ഉച്ചാരണത്തിന് സാധ്യമാകുന്ന വായുവിനെ പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയാണ് മാരുതപ്രേരണം. ആ മാരുതനെ പ്രേരിപ്പിക്കുമ്പോൾ മാരുതൻ എന്തു ചെയ്യുന്നു? മനസ്സിൻ്റെ പ്രേരണയനുസരിച്ച് നാഭിയിലെ പേശികളെ ചലിപ്പിക്കുന്നു. നാഭിയിലെ പേശികൾ ചലിച്ച് അവിടെ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ശ്വാസകോശത്തിൽ വന്ന് ഈ ശ്വാസകോശത്തിൽ നിന്ന് ശബ്ദം, വായു പുറത്തേക്ക് പ്രവഹിക്കുന്നു. ഈ പ്രവഹിക്കുന്ന വായു കണ്ഠം മുതൽ ചുണ്ടുവരെയുള്ള നാസിക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തട്ടിപ്രതിധ്വനിച്ച് ഓരോരോ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് ശബ്ദം ഉണ്ടാകുന്നതിൻ്റെ സൂക്ഷ്മ രഹസ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താനാണ് പദാർത്ഥങ്ങളെ ദർശിക്കുന്നതും താൻ തന്നെയാണ് അവയെ പ്രകടമാക്കണമെന്ന് മനസ്സിനോട് പറയുന്നതും മനസ്സ് അതനുസരിച്ച് പ്രേരിപ്പിച്ച് തന്നെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതും. അങ്ങനെ വായു നാഭിയിൽ നിന്ന് കയറി കണ്ഠദേശത്ത് വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ ഉച്ചാരണസ്ഥാനമായി. അവിടെ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങൾ അ, ക, കുഹ വിസർജനീയാനാം കണ്ഠ എന്ന് പാണിനി പറഞ്ഞു. അകാരവും ഹകാരവും കവർഗവും എല്ലാം കണ്ഠത്തിൽ നിന്നാണ് വരുന്നത്. കണ്ഠത്തിന് താഴെ, കണ്ഠം എന്ന് പറയുന്ന ഉച്ചാരണസ്ഥാനത്തിന് താഴെ വ്യക്തമായൊരു ഉച്ചാരണസ്ഥാനമില്ല. അതിനുശേഷം ഉള്ള അടുത്ത ഉച്ചാരണസ്ഥാനമാണ് താലു. അണ്ണാക്കിൻ്റെ പ്രദേശമാണത്. ഇജു യശാനാം താലു
എന്ന് പാണിനി പറഞ്ഞു. ഈ യ ശ ചവർഗം യ ശ മുതലായ വ്യഞ്ജനങ്ങളും ശബ്ദങ്ങളും വരുന്നത് താലുവിൽ നിന്നാണ്. ഇനി മൂർധാവിൽ വായു തട്ടി പുറത്തേക്ക് വരുമ്പോഴോ ഋഷാണാം മൂർധ, ഋ എന്ന ശബ്ദത്തിൻ്റെയും രാഷാണ മുതലായ ശബ്ദത്തിൻ്റെയും അതായത് ടവർഗത്തിൻ്റെയും മറ്റ് ഈ പറഞ്ഞ അക്ഷരങ്ങളുടെയും ഉച്ചാരണസ്ഥാനമാണ് മൂർധാവ്. നാവിന് മുകളിൽ ഉള്ള സ്ഥലമാണ് മൂർധാവ്. അടുത്ത ഉച്ചാരണ സ്ഥലമാണ് ദന്തം. ദന്തത്തിൽ വായു പല്ലുകളുടെ സ്ഥാനത്ത് വായു ഉച്ചരിച്ച് തട്ടിയിട്ട് പുറത്തു വരുമ്പോൾ വരുന്ന ശബ്ദമാണ് ലുതുലസാനാം ദന്ത. ഇലു എന്ന ശബ്ദം, ല എന്ന ശബ്ദം, തവർഗത്തിൻ്റെ മറ്റ വ്യഞ്ജനങ്ങൾ, സ ഇങ്ങനെയുള്ളതെല്ലാം ദന്തത്തിൽ നിന്നാണ്, ദന്തസ്ഥാനത്ത് നിന്നാണ് വരുന്നത്. അടുത്തത് വായു ചുണ്ടുകളിൽ തട്ടിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ വരുന്നതാണ് പവർഗം, വാ മുതലായത്. ഇനി അനുനാസികങ്ങളുണ്ട്. ഞാമാഗണന ഇവ മൂക്കിൻ്റെ സഹായത്തോടുകൂടിയേ ഉച്ചരിക്കാവുള്ളൂ. അങ്ങനെയാണ് അനുനാസികം എന്ന് പേര് വന്നത്. ഇങ്ങനെയാണ് ശബ്ദം വായിൽ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് പല പല പ്രക്രിയകളിലൂടെ പുറത്തേക്ക് വരുന്നതെന്ന് പാണിനി ആദ്യം അനുശാസിച്ചു. അങ്ങനെയാണ് ശബ്ദശാസ്ത്രം, ശബ്ദാനുശാസനം പാണിനി ക്രോഡീകരിച്ചത്. ഇത്രയും സമഗ്രമായ ഭാഷോൽപത്തി പഠന പദ്ധതി ലോകത്തിൽ മറ്റൊരിടത്തും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഭാഷോൽപത്തി പഠിച്ചിട്ടാണ്, പാണിനിയുടെ ശാസ്ത്രം പഠിച്ചിട്ടാണ് ഭൂമുഖത്ത് പുതിയൊരു ശാസ്ത്രശാഖ ലിംഗ്വിസ്റ്റിക്സ് തന്നെ ഉണ്ടായത്. ബെർണാഡ് ഷാ ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി, സംസ്കൃത അക്ഷരമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ്. തവള വെള്ളത്തിൽ പ്രജനന പ്രക്രിയകൾ നടത്തുന്നത് പോലെ അതിൻ്റെ വിത്ത് തവള വെതറി വെള്ളത്തിലിടുന്നത് പോലെ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ മധ്യത്തിലൂടെ സെമറ്റിക് പാരമ്പര്യമനുസരിച്ച് അവിടെയും ഇവിടെയും ഓരോരോ സ്വരങ്ങൾ കൊണ്ട് തിരികെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. സെമറ്റിക് ഭാഷക്കാർ സ്വരത്തിന് കുത്തിട്ട് അങ്കനം ചെയ്തു, തിരിച്ചറിവുണ്ടാക്കി. ഇംഗ്ലീഷ് ഭാഷ പ്രത്യേക വൗവലുകൾ സൃഷ്ടിച്ച് വ്യഞ്ജനങ്ങളുടെ ഇടയ്ക്ക് തിരികെ ഉണ്ടാക്കി. അദ്ദേഹം എന്നിട്ടൊരു ഉദാഹരണം കൂടി പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. GHOETI എന്ന് എഴുതിയിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ എങ്ങനെ വായിക്കും എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, ഇതാണ് ഫിഷ്. റഫ് എന്നതിലെ GHF, അമീബയിലെ OE, സ്റ്റേഷൻ എന്നതിലെ TI, ഫിഷ് എന്ന് ഇങ്ങനെ എഴുതിയാൽ പോരെ. ഇത്രയും വികലമാണ് നമ്മുടെ ആൽഫബറ്റ് ക്രമം. അതുകൊണ്ട് ഇത് പരിഷ്കരിക്കേണ്ടതാണ്. ആര്യന്മാരുടെ അല്ലെങ്കിൽ സംസ്കൃത ഭാഷയുടെ ലിപിയുടെ മാഹാത്മ്യം ഇങ്ങനെ അദ്ദേഹം അന്നത്തെ പണ്ഡിതന്മാരുടെ മുമ്പിൽ തുറന്നു കാട്ടുകയുണ്ടായി. ഉച്ചാരണസ്ഥാനങ്ങളെപ്പറ്റി ഇത്രയും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നതെന്ന് ചുരുക്കത്തിൽ
ചർച്ച ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കുന്നു.